തെറ്റല്ലേ? ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ. പ്രിയൻ ചേട്ടനോ? എന്റെ ഹൃദയത്തിന്റെ പാതിയാ, അതിന്റെ മറുപാതി എന്റെ കയ്യിലുണ്ട്. നിന്റെ കയ്യിലുള്ള പാതിയും എന്റെ കയ്യിലുള്ള പാതിയും ചേരുമ്പോഴാ ഞാൻ പൂർണ്ണമാവുന്നത്. ചേട്ടൻ ആരാന്ന് ചോദിച്ചപ്പോ പറയുക പാറുവിന് ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കുന്ന ഗന്ധർവനാണെന്ന്. ചെറുപ്പക്കാരൻ തന്നെയാണ്, നല്ല തടിയും മസിലും ഒക്കെ ഉള്ള ആളാ. ആരെ പോലെ എന്നൊക്കെ പറയുക ഏകദേശം എന്നെ പോലെ തന്നെ ഉണ്ടാവും. അപ്പൊ പ്രിയൻ ചേട്ടനാണോ എന്റെ ഗന്ധർവൻ? ഇതുവരെ ഒരു കുഴപ്പവും വരുത്താതെ ഞാനവളെ നോക്കി. ഇപ്പോ ഞാനവളെ സാറിനെ തിരിച്ചേൽപ്പിക്കുക. അയ്യോ, എങ്ങനെയെങ്കിലും പ്രിയൻ ചേട്ടൻ തടയണം. പാറു എന്തിനാ വിളിക്കുന്നേ? മോനെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ. അത് ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ റോഡിൽ നോക്കി വണ്ടി ഓടിക്കും. ഓ, പ്രിയൻ ചേട്ടൻ ഫോൺ എടുക്ക്. അയ്യോ, ആരോട് ചോദിച്ചിട്ടടി ഫോൺ എടുത്തേ? എന്താടി തുറിച്ചു നോക്കണേ? ടെറസിൽ വെച്ച് നിന്നെ വെറുതെ വിട്ടെന്റെ അഹങ്കാരണോ? ഫോൺ തടി. ഫോൺ തരാനല്ലേ പറഞ്ഞേ? തടികിട്, ബലം പിടിക്കണം. ഫോൺ തടികിട്. ഫോൺ തരാനല്ലേ പറഞ്ഞേ? അയ്യോ, എടി നീ അത്രയ്ക്കായോ? നിന്നെ അന്ന് കാണിച്ചടി. അയ്യോ, നിന്നെ വേണ്ട. അയ്യോ,
തടയാൻ വന്നോ തന്റെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കും. അവള് വല്ലാത്തൊരു മാനസികാവസ്ഥയില. എങ്ങോട്ടാ പോന്നെന്ന് പോലും അറിയില്ല. മോഹൻ, ഒന്ന് അവളുടെ കൂടെ ചെല്ല്. ഞാൻ പോ. നിക്കണവിടെ. ഇപ്പൊ ആരെങ്കിലും ഇവിടുന്ന് പോയാ നേരെ വീട്ടിലേക്ക് പോക്കൊള്ളണം. അതല്ല സാർ, പാറു. നീ കൂടുതൽ തർക്കിക്കാനൊന്നും വരണ്ട. ഇപ്പോൾ ഉള്ള ദേഷ്യത്തിന് ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. എല്ലാവരും വായ നോക്കിക്കാതെ പോയി ജോലി പോ. ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് നീ എന്റെ ദേഹത്ത് കൈവച്ചല്ലേ. ഈ അപമാനത്തിന് ഞാൻ എന്തായാലും പകരം വിട്ടു. നിന്നെ ഞാൻ ഇനി മനസമാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇത് കരുണാറിന്റെ വാക്കാടി. ഹലോ പാറു, എത്ര നേരം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്? എന്താ ഫോൺ എടുക്കാത്തെ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ദർശനെ, പ്രിയൻചേട്ടൻ ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് പറ. എനിക്ക് പ്രിയൻചേട്ടനെ ഇപ്പൊ തന്നെ കാണണം. അതിനിപ്പോ ചേട്ടനിവിടെ വീട്ടിലില്ല. ചേട്ടൻ ഇവിടുന്ന് എയർപോർട്ടിലോട്ട് പോയി. ചേട്ടൻ ഈ നാട്ടിൽ നിന്ന് പോവാൻ ഇനി അധികം സമയമില്ല. പ്രിയൻചേട്ടൻ എന്റെ ജീവിതത്തിലെ എത്ര വലിയ ഭാഗമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകി. പക്ഷെ ഞാനതെല്ലാം നേരത്തെ മനസ്സിലാക്കിയിരുന്നു. മറിഞ്ഞു നിന്ന് പാറിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്ന ഗന്ധർവൻ എന്റെ ചേട്ടനാണ്. ഞാൻ പാറുന്റെ ബാഗിൽ വെച്ച ലോക്കറ്റ് കണ്ടില്ലേ? കണ്ടു. ആ ലോക്കറ്റിൽ പ്രിയൻചേട്ടന്റെ ഫോട്ടോ ചേർത്ത് വെച്ചത് നീയാണോ? അല്ലാതെ പിന്നെ. ചേട്ടന് സത്യം പറയാനുള്ള ഉദ്ദേശം ഇല്ലെന്ന് കണ്ടപ്പോ അത് ഞാൻ തന്നെ ചെയ്യാന്ന് തീരുമാനിച്ചു. നിനക്കിതിനെ കുറിച്ച് നേരത്തെ അറിയായിരുന്നോ? ഞാൻ രാവിലെ മുറിയിലേക്ക് വന്നപ്പോ ഇത് പറയാൻ ഒരുങ്ങിയതാ. പക്ഷെ ചേട്ടനുള്ളത് കൊണ്ട് പറയാൻ പറ്റാതായിപ്പോയി. എങ്ങാനും സത്യം അറിഞ്ഞ് ഒരു വഴക്കുണ്ടായ ബഹളം കേട്ട അമ്മ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഞാൻ ബാഗിൽ വെച്ച ലോക്കറ്റ് കാണുമ്പോ പാറു സത്യമല്ല മനസ്സിലാക്കി ചേട്ടനെ തടയാൻ ഓടിയെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ചേട്ടൻ വീട് വിട്ട് ഇറങ്ങിയിട്ടും പാറു വരാത്തത് കൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്തത്. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നീ പ്രിയൻചേട്ടനെ തടയാൻ ശ്രമിച്ചില്ലേ? ഞാൻ ഒരുപാട് ശ്രമിച്ചു പാറു. ഇപ്പൊ ഞാൻ വിളിക്കുമ്പോ ചേട്ടൻ ഫോൺ പോലും എടുക്കുന്നില്ല.